പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിലേറെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ ദൈവം നമുക്ക് ഒരു കൂട്ടായ്മ നമുക്കിന്ന് മുടങ്ങിപ്പോകാതെ അല്പസമയം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് ഞാനെടുത്ത സമയങ്ങളിൽ ഞാൻ യിരെമ്യാ പ്രവചനത്തിന്റെ അല്ലെങ്കിൽ യിരെമ്യാവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം കൂടുതൽ വായിക്കുകയും അത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് വ്യക്തിപരമായ ജീവിതത്തോട് യിരെമ്യാവിന്റെ ജീവിതം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് എനിക്ക് വളരെ ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാനതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നോട് ദൈവം ഈ യിരെമ്യാ പ്രവാചകന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ സംസാരിക്കാനായിട്ടിടയായിത്തീർന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോട്, എൻ്റെ കുടുംബ ജീവിതത്തോട്, എൻ്റെ ആത്മീയമായ ജീവിതത്തോട്, എൻ്റെ കൂട്ടായ്മ ജീവിതത്തോട് ഒക്കെ എന്നെ ഞാൻ തന്നെ വിലയിരുത്തുമ്പോൾ അത് യിരെമ്യാവിന്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. നമ്മൾ യിരെമ്യാവിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമുക്കറിയാം, യിരെമ്യാവിന്റെ ജനനം എന്ന് പറയുന്നത് ഒരു പുരോഹിത കുടുംബത്തിലാണ്. അതുമാത്രമല്ല, യിരെമ്യാവ് ഒരു പുരോഹിതന്റെ മകനായി ജനിച്ച വ്യക്തിയാണ്. അതുമാത്രമല്ല, യിരെമ്യാവ് ഒരു പുരോഹിതനാകുവാനുള്ള എല്ലാ യോഗ്യതകളും നേടിയ വ്യക്തിയാണ്. യിരെമ്യാവിന്റെ ജീവിതത്തിൽ യിരെമ്യാവ് ഒരു പുരോഹിതനാകുവാനുള്ള എല്ലാ യോഗ്യതകളും നേടുകയും അതിനുള്ള ഒരു യഹൂദ നിയമം അനുസരിച്ച്, ലേവ്യ നിയമം, ആ പ്രമാണം അനുസരിച്ച് വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ്. എന്നാൽ താൻ യിരെമ്യാവിനെ സ്വർഗത്തിലെ ദൈവം ഈ കാലഘട്ടത്തിൽ വിളിക്കുകയാണ്. യിരെമ്യാവിനെ സ്വർഗത്തിലെ ദൈവം വിളിച്ചിട്ട് യിരെമ്യാവിനോട് ദൈവം സംസാരിക്കുകയാണ്. പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്ന യിരെമ്യാവ് പൗരോഹിത്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ യോഗ്യതകളും നേടിയിട്ട് ഒരു പുരോഹിത ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം തന്നെ മാതാപിതാക്കന്മാർ മകനെ കുറിച്ച് സ്വപ്നം കാണുന്ന സമയം. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം യിരെമ്യാവിനെ വിളിച്ചത് ഒരു പ്രവാചകനായിട്ടാണ്. ഞാൻ പുരോഹിതനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുവാനായിട്ടിടയായിത്തീർന്നു. ഒരു പുരോഹിതൻ എന്നാൽ ആ പുരോഹിതന് ഒരുപാട് യോഗ്യതകളുണ്ട്. ഒരു സമൂഹത്തിൽ ജനം ആദരിക്കുന്ന വ്യക്തിയാണ്. ആ പ്രമാണം അനുസരിച്ചുള്ള നിയമങ്ങളും അതുപോലെ തന്നെ യാഗങ്ങളും അർപ്പിക്കുക എന്നുള്ളതാണ് ഒരു പുരോഹിതന്റെ ഉത്തരവാദിത്വം. അതുമാത്രമല്ല, അധികാരങ്ങളുണ്ട് ഒരു പുരോഹിതന്. അതുമാത്രമല്ല, മറ്റുള്ള ആളുകളുടെ ഇടയിൽ വിലയുള്ള വ്യക്തിയാണ് ഒരു പുരോഹിതൻ. എന്നാൽ ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ എന്നും കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ആകുലതകളും സങ്കടങ്ങളും മരണങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ എന്ന് വളരെ വ്യക്തമായി ആ കാലഘട്ടത്തിൽ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലും ഒരു പ്രവാചക ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ അധികം ആളുകൾ ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ ദൈവം പ്രത്യേകം വിളിച്ച് അവരെ സെലക്ട് ചെയ്യുകയാണ്. വിശുദ്ധ വേദപുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്.
ഒരു പുരോഹിത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പാരമ്പര്യമായിട്ട് ഒരു പുരോഹിത കുലത്തിൽ ജനിച്ചാൽ മതി. ഒരു പുരോഹിതന്റെ മകൻ പുരോഹിതനാണ്. എന്നാൽ ഒരു ആകണമെങ്കിൽ അത് പോരാ. അത് ഒരു പ്രത്യേക വിളി വേണം. അത് ദൈവം വിളിച്ച് വേർതിരിക്കപ്പെടുന്നവർക്ക് മാത്രമുള്ളതാണ്. അത് മാത്രമല്ല, ദൈവം തന്റെ ദർശനങ്ങൾ കൊടുത്തിട്ടുള്ളവർക്ക് മാത്രമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, വരുവാനിരിക്കുന്ന ഒരു പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യത്തോടുകൂടി മാത്രമേ പ്രവാചക ദൗത്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അധികം ആരും തന്നെ ഈ പ്രവാചക ശുശ്രൂഷയിലേക്ക് കടന്നു വരാറില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർപ്പിച്ചായിരുന്നു, ഒരു പുരോഹിതന് ഭക്ഷണത്തിന് പ്രയാസം ഉണ്ടാകാറില്ല. അവനൊരിക്കലും പട്ടിണി കിടക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകുകയില്ല. എന്നാൽ ഒരു പ്രവാചകനെ സംബന്ധിച്ചോളം അവന് പട്ടിണി കിടക്കേണ്ടതായിട്ട് വരും. എതിർപ്പുകൾ ഉണ്ടാകും. അതുമാത്രമല്ല, ദൈവത്തിന്റെ സത്യവചനത്തെ അറിയിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ ജനം കല്ലെറിയുകയും ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മനശ്ശെ എന്ന് പറയുന്ന ന്യായപ്രമാണം വിരുദ്ധനായ ഒരു രാജാവിന്റെ കാലത്താണ് യിരെമ്യാവ് ജനിക്കുന്നത്. ഈ മനശ്ശെ രാജാവാണ് നമ്മുടെ യെശയ്യാ പ്രവാചകനെ കൊന്നുകളഞ്ഞതെന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ദൈവത്തോടും ദൈവവചനത്തോടും ദൈവത്തിന്റെ ന്യായപ്രമാണത്തോടും അത്രമാത്രം എതിർത്ത് നിന്ന വ്യക്തിയാണ് മനശ്ശെ എന്ന് പറയുന്ന രാജാവ്. പ്രിയപ്പെട്ടവരെ, ഈ മനശ്ശെയുടെ കാലം മുതൽ 5 രാജാക്കന്മാരുടെ കാലത്ത് ദൈവത്തിന്റെ വിളി അനുസരിച്ച് പ്രവചിച്ച പ്രവാചകനാണ് യിരെമ്യാവ് എന്ന് പറയുന്നത്. യിരെമ്യാവ് ദൈവം വിളിച്ചപ്പോൾ പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ ബാലനാണ്, ദൈവമേ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ പറയുവാനുള്ള കാരണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒരു വാസ്തവത്തിൽ യിരെമ്യാവ് ഒരു പുരോഹിതൻ മാത്രമാകേണ്ട ആളാണ്. എന്നാൽ ഞാൻ ഒരു പ്രവാചകനാകുവാൻ ഞാൻ വളർന്നിട്ടില്ല, ഞാനൊരു ശിശു മാത്രമാണ് എന്ന് സമ്മതിക്കുകയാണ് യിരെമ്യാവ് ചെയ്യുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, യിരെമ്യാവിന്റെ ജീവിതത്തിൽ ദൈവം അവന് ശക്തമായ ദർശനം കൊടുക്കുകയാണ്, ശക്തമായ കാഴ്ചപ്പാട് കൊടുക്കുകയാണ്. 2 ദർശനം കൊടുക്കുകയാണ്. 2 ദർശനം കൊടുത്തിട്ട് ഒന്ന് ഒരു ബദാമരം കാണിച്ചു കൊടുക്കുകയാണ്. ഉണങ്ങി നിൽക്കുന്ന ഒരു ബദാമരം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ആ കാലഘട്ടത്തിലെ അവസ്ഥ ദൈവം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, അധപ്പതിച്ച് നിൽക്കുന്ന, ആത്മീകമായി അധപ്പതിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വർഗത്തിലെ ദൈവം യിരെമ്യാവിനെ വിളിച്ച് ഈ പ്രവാചക ദൗത്യം ഏൽപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാലഘട്ടം അത്രമാത്രം ഉത്തഴിഞ്ഞ കാലഘട്ടമായിരുന്നു. യിരെമ്യാവിനെ സ്വർഗത്തിലെ ദൈവം വിളിക്കുന്ന കാലഘട്ടം പ്രവാചകന്മാർ തോന്നിയതുപോലെ ജീവിക്കുന്ന കാലഘട്ടമായിരുന്നു. കള്ളപ്രവചനം നടത്തി രാജാക്കന്മാരെ പ്രസാദിപ്പിക്കുന്ന കാലഘട്ടമായിരുന്നു. അതുമാത്രമല്ല, ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന, സത്യമായി ദൈവം അരുളി ചെയ്തതുപോലെ അറിയിക്കുന്ന പ്രവാചകന്മാർ ആ കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അഥവാ അങ്ങനെ സത്യമായി അറിയിക്കുന്ന പ്രവാചകന്മാരുണ്ടെങ്കിൽ അവരെ കൊന്നുകളയുകയാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, യെശയ്യാ പ്രവാചകനെ കൊന്നുകളഞ്ഞു. യിരെമ്യാ പ്രവാചകനാണ് മനശ്ശെ രാജാവാണ് കൊന്നുകളഞ്ഞത്. അതുമാത്രമല്ല, ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ അവനെ ദൈവം ചില നിബന്ധനകൾക്കുള്ളിൽ വെച്ചാണ് അവനെ വിളിക്കുന്നത്. നമുക്കറിയാം, യിരെമ്യാവിനോട് ദൈവം പറയുന്നുണ്ട്, നീ വിവാഹം കഴിക്കരുതെന്ന്. പലപ്പോഴും ഒരു പ്രവാചകന് വിവാഹം കഴിക്കാൻ പറ്റില്ല. നമുക്കറിയാം, യെഹെസ്കേൽ പ്രവാചകൻ, ഞാൻ ഓർപ്പിച്ചാണ്, യെഹെസ്കേൽ പ്രവാചകൻ വിവാഹം കഴിച്ച വ്യക്തിയാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം ആ യെഹെസ്കേലിന്റെ ഭാര്യയെ കൊന്നുകളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാചകന്റെ പ്രവാചക ശുശ്രൂഷയിൽ
ആ ദൈവം ഏൽപ്പിച്ച ചുമതലകൾ സത്യമായി സത്യസന്ധമായി ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ പാടില്ല. ഈ ഭൂമിയിൽ ഒരു തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത്രമാത്രം ദൈവ വിളിയുടെ മഹത്വം അത്രമാത്രം ശ്രേഷ്ഠമാണ്, അത്രമാത്രം മഹത്വമാണ്. വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ ആത്മീയ വേലയുടെ മുൻപിൽ നിൽക്കുന്ന അനേകരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലും സമൃദ്ധിയുടെ സുവിശേഷം ഇന്ന് സത്യ സുവിശേഷത്തിന് വിരോധമായി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവാചകൻ, സുവിശേഷകൻ, അവൻ സമൃദ്ധിക്ക് വേണ്ടി നിലകൊള്ളേണ്ടവനല്ല. ദൈവത്തിന്റെ വചനം അത് സത്യമായി അറിയിക്കേണ്ടവനാണ്. അതും മനുഷ്യരുടെ മുഖം നോക്കാതെ, രാജാക്കന്മാരുടെ മുഖം നോക്കാതെ, സമൂഹത്തിന്റെ മുഖം നോക്കാതെ, അല്ലെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹം. നമുക്കറിയാം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ജനങ്ങള് ഈ വചനം കേൾക്കുന്നവർക്ക് ഇഷ്ടമല്ല. നീ ഞങ്ങൾക്ക് രസിക്കുവാനുള്ള വചനം പറഞ്ഞു തരുവാനാണ് പറഞ്ഞു തരുന്നത്. ഞങ്ങൾക്ക് രസിക്കുവാനുള്ള വചനം പറഞ്ഞു തരണം. നീ ഞങ്ങളെ ദുഃഖിപ്പിക്കുവാനുള്ള വചനം പറയരുത്. നീ ഞങ്ങളെ സന്തോഷിപ്പിക്കുവാനുള്ള വചനം പറയണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുവാൻ വാസ്തവത്തിൽ ഈ സമൃദ്ധിയുടെ സുവിശേഷന്മാർക്ക് സാധ്യമല്ല. അതാണ് ഇവിടെ പ്രവാചകനെ ദൈവം വിളിച്ച് വളരെ വ്യക്തമായിട്ട് അവന് തടസ്സങ്ങളെല്ലാം മാറ്റി കൊടുക്കുന്നത്. അവന് പുറകോട്ട് നോക്കുവാനായിട്ട് ഒരു ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ കാലഘട്ടത്തിൽ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. നമുക്ക് അതിൽപ്പെട്ട ഒരാളാണ് ബിലയാം. ബിലയാമിനെ ദൈവം വിളിച്ച വ്യക്തിയാണ്. ദൈവം അവന് വായിൽ വചനം കൊടുത്ത വ്യക്തിയാണ്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സത്യമായി അറിയിക്കുവാൻ ദൈവം ചുമതലപ്പെടുന്ന വ്യക്തിയാണ്. എന്നാൽ രാജാവിന്റെ പ്രീതിക്ക് വേണ്ടി, ആളുകളുടെ പ്രീതിക്ക് വേണ്ടി ഇതാ ആ ബിലയാം ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് വിരുദ്ധമായി രാജാവ് നിയമിച്ചതുപോലെ ദൈവജനത്തെ ശപിക്കുവാനായിട്ട് തയ്യാറാവുന്ന ഈ ബിലയാം പ്രവാചകനെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ബിലയാം ഒരു പ്രത്യേക ഉപദേശം സ്ഥാപിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ബിലയാമിന്റെ ഉപദേശം എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓർപ്പിക്കട്ടെ, ദൈവത്തിന് ന്യായപ്രമാണത്തിനോ ദൈവവചനത്തിനോ നിരക്കാത്ത ഒരു പ്രത്യേക ഉപദേശം സ്ഥാപിച്ച വ്യക്തി. ഈ കാലഘട്ടത്തിലും അങ്ങനെ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അവരവരുടെ സ്ഥാനത്തിന് വേണ്ടിയിട്ട്, അവരവരുടെ കയ്യടിക്ക് വേണ്ടിയിട്ട്, അവരുടെ സ്ഥാനമോഹത്തിന് വേണ്ടിയിട്ട്, ആളുകളുടെ മുമ്പിൽ നല്ല നല്ല ആളുകൾക്ക് ഇഷ്ടമുള്ള സാക്ഷ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ആളുകൾ ആളുകളുടെ കയ്യടിയൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ഈ നാളുകളിലും അനേക പ്രവാചകന്മാരുണ്ട്, അനേക സുവിശേഷകന്മാരുണ്ട്. നല്ല പ്രസംഗം എന്ന് പറയുവാനായിട്ട് സാധിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഓർപ്പിക്കട്ടെ, യിരെമ്യാവിനെ സ്വർഗത്തിലെ ദൈവം വിളിച്ചപ്പോൾ ഇതെല്ലാം ത്യജിക്കുവാനായിട്ടാണ് പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ വിവാഹം കഴിക്കരുതെന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു. അവന്റെ പ്രിയപ്പെട്ടവരെല്ലാം എതിരായി, അവന്റെ വീട്ടുകാരെതിരായി, അവന്റെ സ്വന്തക്കാരെതിരായി, അവന്റെ പുരോഹിത ഗണമെതിരായി. അതുമാത്രമല്ല, പ്രവാചക ഗണം മുഴുവനെതിരായി. പുരോഹിതൻ അവനെ അടിച്ചു. അതുമാത്രമല്ല, അവനെ കുണ്ടറയിൽ എറിഞ്ഞു കളഞ്ഞു. അതുമാത്രമല്ല, യിരെമ്യാവ് ഇങ്ങനെ ഒരു പരദേശിയെ പോലെ ഇസ്രായേലിന്റെ തെരുവീതികളിൽ കൂടി 23 വർഷത്തോളം പ്രസംഗിച്ചു. ജനം കൈക്കൊണ്ടില്ല. അവരുടെ പാപങ്ങളെ കുറിച്ച് അവർ അധമിച്ചില്ല. അവർ മാനസാന്തരപ്പെട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിരാശയില്ല. ആ ദൈവം ദർശനം കൊടുത്തപ്പോൾ, ദൈവം അവനെ ആത്മാവിൽ നിറച്ചപ്പോൾ, സ്വർഗീയ രഹസ്യങ്ങൾ, മർമ്മങ്ങൾ അവൻ വെളിപ്പെടുത്തിയപ്പോൾ, പിന്നെ യിരെമ്യാവ് നോക്കിയത് മനുഷ്യനിലേക്കല്ല, യിരെമ്യാവ് നോക്കിയത് സ്ഥാനങ്ങളിലേക്കല്ല, യിരെമ്യാവ് നോക്കിയത് ഈ ലോകത്തിന്റെ മഹത്വത്തിലേക്കല്ല. യിരെമ്യാവ് നോക്കിയത് സ്വർഗത്തിലേക്കാണ്. യിരെമ്യാവ് നോക്കിയത് ദൈവത്തിലേക്കാണ്. യിരെമ്യാവ് നോക്കിയത് ദൈവവചനത്തിലേക്കാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നുള്ള യിരെമ്യാ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 14:8. ഇസ്രായേലിന്റെ പ്രത്യാശയും കഷ്ടകാലത്ത്
അവന്റെ രക്ഷിതാവും ആയുള്ളവേ, നീ ദേശത്ത് പരദേശിയെ പോലെയും ഒരു രാപാർപ്പാൻ മാത്രം കൂടാരമടിക്കുന്ന വഴിപോക്കനെ പോലെയും ആയിരിക്കുന്നത് എന്ത്? ഒരു യിരെമ്യാപ്രവാചകൻ പറയുകയാണ്, നീ ഒരു പരദേശിയെ പോലെയാണ്. ഇതാ ദേശത്ത് ഒരു പരദേശിയെ പോലെ നടക്കുകയാണ്. ജനം കൈക്കൊള്ളുന്നില്ല. ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിച്ചുകൊണ്ട് ഒരു പരദേശിയെ പോലെ യിരെമ്യാവ് ജീവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. യിരെമ്യാവ് 23:1 വായിക്കുക. 23:1. എന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ഇടയന്മാർക്കെതിരെ പ്രസംഗിക്കുകയാണ്. കാരണം എന്താണ്? ഇടയന്മാർക്കെതിരെ, ഇടയന്മാർ ജനത്തെ വഞ്ചിക്കുകയാണ്. ഇടയന്മാർ ദൈവത്തിനെതിരെ, ദൈവവചനത്തിനെ നിൽക്കുകയാണ്. അവർക്കെതിരെ യിരെമ്യാവ് പ്രസംഗിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ യിരെമ്യാ പ്രവചനം അതിന് 38:4 വായിക്കാം. പ്രഭുക്കന്മാർ രാജാവിനോട്, ഈ മനുഷ്യൻ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവ്വജനത്തിനും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് ധൈര്യക്ഷയം വരുത്തുന്നത് കൊണ്ട് അവനെ കൊന്നുകളയണമേ. പ്രിയപ്പെട്ടവരെ, രാജാവിന്റെ അടുക്കൽ അവിടെയുള്ള ആളുകൾ പറയുകയാണ്, ഈ മനുഷ്യൻ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ ജനം ഒരു ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വരുമെന്ന് പ്രസംഗിക്കുകയാണ്. അതിന് കാരണം പാവമാണ്. ഈ പാപം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന മനുഷ്യൻ, അവർ ഒരു അടിമത്തത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. വടക്കിൽ നിന്ന് വരുന്ന ഒരു നെബൂഖദ്നേസർ രാജാവിന്റെ അടിമത്തത്തിലേക്ക്, ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവൻ രാജ്യദ്രോഹ കുറ്റം ചുമത്തണം. യിരെമ്യാവിനെതിരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി ഇവനെ തുറുങ്കിലടയ്ക്കണം. ഇവൻ രാജ്യത്തിനെതിരെ പ്രസംഗിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മളത് മനസ്സിലാക്കണം. ഈ മനുഷ്യൻ ഈ നഗരത്തിൽ വസിക്കുന്നവർക്കും എല്ലാവർക്കും എതിരെ പ്രസംഗിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഫലം എന്താണ്? ഇവനെ, യിരെമ്യാവിനെ കൊല്ലണമെന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മളെ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല നമ്മുടെ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സുഖകരമല്ല. നമുക്കറിയാം, ഈ നാളുകളിലും ഈ കഴിഞ്ഞ ദിവസവും വടക്കേ ഇന്ത്യയുടെ പ്രദേശത്ത് ഒരു യൗവനക്കാരൻ മൃഗീയമായി വധിക്കപ്പെട്ടു. അനേക യൗവനക്കാർ കുടുംബമായി മക്കളും ഭാര്യയുമുള്ളവരെ അനേകരെ ജയിലിൽ കഴിയുകയാണ്. കാരണം എന്താ? അനേകരോട് ഈ സത്യസുവിശേഷം പ്രസംഗിക്കുന്നു, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു, ഒരു രക്ഷയെ കുറിച്ച് പ്രസംഗിക്കുന്നു, ഒരു മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. പക്ഷെ ജനം അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാത്ത ജനത്തിനൊരു ന്യായവിധി ഉണ്ടെന്ന് പറയുന്നു, ഒരു നിത്യ നരകമുണ്ടെന്ന് പറയുന്നു, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കുന്ന ഒരു ഗന്ധക തീപ്പൊയ്യുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എന്തുണ്ടാകുന്നു? അവർ അനേകരെ മാരകമായി മുറിവേൽക്കപ്പെടുകയാണ്. അവർ ഇന്ന് ദൈവകരങ്ങളിൽ രക്തസാക്ഷികളായി മാറുകയാണ്. കർത്താവിന് വേണ്ടി തന്റെ ജീവിതം വിട്ടുകൊടുക്കുകയാണ്, തന്റെ ജീവനെ വിട്ടുകൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, യിരെമ്യാവ് 16:5 വായിച്ചേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ദുഃഖഭവനത്തിൽ ചെല്ലരുത്, നീ ദുഃഖഭവനത്തിൽ ചെല്ലരുത്, വിലപിപ്പാൻ പോകരുത്. നീ വിലപിക്കാനും പോകണ്ട. കാരണം നീ ദുഃഖഭവനത്തിൽ പോകണ്ട, അവർക്ക് വേണ്ടി വിലപിക്കാൻ പോകണ്ട. കാരണം ഈ മനുഷ്യർ അത്രമാത്രം പാപത്തിൽ കൂടെ ജീവിക്കുകയാണ്. നീ അവിടെ വിലപിക്കാൻ പോകണ്ട, നീ കരയാൻ പോകണ്ട. ഈ ജനത്തെ കുറിച്ച് ഓർത്ത് നീ കരയാൻ പോകണ്ട. കാരണം അവരുടെ മനസ്സ് ക്രൂരമായിരിക്കുന്നു, ദൈവവചനത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവരോട് സഹതാപം കാണിക്കുകയും അവരോട് സഹതാപം കാണിക്കുകയും അരുത്.
അവരോട് സഹതാപം കാണിക്കരുത്. ആ ഞാൻ എന്റെ സമാധാനവും ദയയും കരുണയും ഈ ജനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ ജനത്തിൽ നിന്ന് എന്റെ സമാധാനം ഞാൻ നീക്കിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ ഓർക്കുക, പാപത്തിൽ നിവസിച്ച ജനത്തിന് ദൈവം മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്തിട്ടും യിരെമ്യാവ് 23 വർഷത്തോളം സുവിശേഷം പ്രസംഗിച്ചിട്ടും മാനസാന്തരത്തിന്റെ സന്ദേശം പ്രസംഗിച്ചിട്ടും രക്ഷയുടെ ദൂത് പ്രസംഗിച്ചിട്ടും പ്രിയപ്പെട്ടവരെ ഈ ജനം മാനസാന്തരപ്പെട്ടില്ല. യിരെമ്യാവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതുമാത്രമല്ല, ജനത്തിൽ നിന്ന് മാത്രമല്ല, പുരോഹിതന്മാരിൽ നിന്നും കള്ളപ്രവാചകന്മാരിൽ നിന്നും എല്ലാവരിൽ നിന്നും യിരെമ്യാവ് ഒറ്റപ്പെടുകയാണ്. അതുകൊണ്ട് നീ ജനത്തിന് വേണ്ടി കരയണ്ട, സത്യവചനം നീ വിളിച്ചു പറഞ്ഞാൽ മതി. ഇവർക്ക് വേണ്ടി നീ കരയണ്ട, നീ സഹതപിക്കണ്ട ഇവരോട്. ദൈവത്തിന് സ്തോത്രം. അതിന് 18 യിരെമ്യാവ് 18:11 വായിച്ചേ. 18:11. ആകയാൽ നീ ചെന്ന് യഹൂദാ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു അനർത്ഥം നിർമ്മിച്ച് നിങ്ങൾക്ക് വിരോധമായ ഒരു നിരൂപണം നിരൂപിക്കുന്നു. നിങ്ങൾക്ക് കഷ്ടം വിതച്ചവൻ നിങ്ങൾക്കെതിരെ ഒരു നിരൂപണം നിരൂപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ നിങ്ങൾ ഓരോരുത്തരും താൻ താന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ. നിങ്ങൾ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പുകളും നിങ്ങളുടെ പ്രവൃത്തികളും നന്നാക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കാം, ദൈവം കാലാകാലങ്ങളിൽ ദൈവം നേരിട്ട് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു, ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. കാലാകാലങ്ങളിൽ ദൈവം സംസാരിച്ചു, പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. എല്ലാ ജനത്തോടും ഒരേ ഒരു സന്ദേശം, മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പാപങ്ങളോടും നിങ്ങളുടെ അതിക്രമങ്ങളോടും യാത്ര പറയുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറഞ്ഞു. ഈ ജനം മാനസാന്തരപ്പെടുന്നില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 18 വായിക്കുമ്പോൾ ഈ ജനം യിരെമ്യാവിനെതിരെ തിരിയുകയാണ്. യിരെമ്യാവിനെതിരെ തിരിയുന്ന ജനം, അവർ മാനസാന്തരപ്പെടുന്നതിന് പകരം ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന യിരെമ്യാവിനെ എതിരെ തിരിയുന്ന ജനത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അവർ, വരുവിൻ, നമുക്ക് യിരെമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. അവന് ഉപായങ്ങളെ ചിന്തിക്കാം. ഇവനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള ഉപായങ്ങളെ നമുക്ക് നോക്കാം. ഇവൻ നമുക്ക് സ്വസ്ഥാരില്ല. ഇവൻ നമ്മെ ഭയപ്പെടുത്തിയാണ്. ഇവൻ പറയുന്ന പോലെ ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഇവനെ നമുക്ക് കൊന്നുകളയാം, ഇവനെ നമുക്ക് നശിപ്പിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് രാത്രിയിലും മാനസാന്തരത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ രാത്രിയിലും നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കുക, ദൈവത്തിന്റെ വചനം, ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്ന തന്റെ ദാസന്മാരെ കൊന്നുകളഞ്ഞാലും നശിപ്പിച്ചാലും ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ പദ്ധതി നിന്നു പോകുകയില്ല. അത് ഈ ലോകത്തിൽ മുദ്രയിടുവാനായിട്ട് ആർക്കും സാധ്യമല്ല. ദൈവം അതിനൊരു അതിര് നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവം ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാലത്തിന് പുറമായി ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും ദൈവവചനത്തെ മുദ്രയിടുവാനായിട്ട് സാധ്യമല്ല. ഇത് കാരണം ഇത് ദൈവം ഒരുക്കുന്ന രക്ഷയുടെ പദ്ധതിയാണ്. ഇത് ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയാണ്. ഇത് മനുഷ്യൻ വിളിച്ചിട്ടല്ല, ഇത് ദൈവം വിളിച്ചിട്ടാണ്. ഇതാ ഓരോ പ്രവാചകന്മാരും ഇറങ്ങുന്നത്, ഓരോ ദൈവമക്കളും ഇറങ്ങുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ മനുഷ്യനല്ല വിളിച്ചിരിക്കുന്നത്, നിങ്ങളെ ദൈവമാണ് വിളിച്ചിരിക്കുന്നത്. ഈ ഒരു ബോധ്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ആകുലങ്ങളും വരുമ്പോൾ നിരാശപ്പെടരുത് പ്രിയപ്പെട്ടവരെ. കാരണം മനുഷ്യനല്ല നമ്മൾ വിളിച്ചത്, ദൈവമാണ് വിളിച്ചത്. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തിന് വേണ്ടി മരിക്കുവാനും നാം തയ്യാറാകേണ്ടതായിട്ട് വരും. യിരെമ്യാവിന്റെ ജീവിതം നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ജീവിതം നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. 12 അപ്പോസ്തലന്മാരും പ്രിയപ്പെട്ടവരെ വധിക്കപ്പെട്ടുവെങ്കിൽ
പീഡനങ്ങളിൽ കൂടെ കടന്നുപോയെങ്കിൽ, 1-ാം നൂറ്റാണ്ടിലെ സഭ അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയെങ്കിൽ, 21-ാം നൂറ്റാണ്ടിലും പരിശുദ്ധ സഭ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതിനെങ്കിൽ ദൈവത്തിന് ഒരേ ഒരു കാര്യം, മാനവരാശി സ്വർഗത്തിലെത്തണം, മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. നിത്യരക്ഷ, നിത്യ സ്വർഗം പ്രാപിക്കണം എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമ്മെ മുറുകെ പറ്റുന്ന ഏത് പാപങ്ങളാണുള്ളത്? നാളുകളായി നാം വചനം കേൾക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, കൂട്ടായ്മയിൽ പോകുന്നവരാണ്, എല്ലാം ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മെ മുറുകെ പറ്റുന്ന പാപങ്ങൾ ഏതാണെന്ന് ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുമ്പോൾ നാം മാനസാന്തരപ്പെട്ടേ ഒക്കെയുള്ളൂ. ഈ സമൂഹം മൊത്തമായി നമുക്ക് എതിരെ നിൽക്കുമ്പോഴും ദൈവം നമുക്ക് മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വിശുദ്ധ മത്തായി സുവിശേഷം 5:11-12 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും ദുഷിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ പ്രതി, ക്രിസ്തുവിനെ പ്രതി എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കും, ദുഷിക്കും, എല്ലാ തിന്മയും നിങ്ങളെ കുറിച്ച് കളവായി പറയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ക്രിസ്തീയ ജീവിതം അത്ര എളുപ്പമുള്ള കാര്യമല്ല. നാം വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. യിരെമ്യാവ് 11:19 വായിച്ചേ. ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മരുക്കമുള്ള കുഞ്ഞാട് പോലെ ആയിരുന്നു. ഞാൻ അറുക്കുവാനുള്ള ഒരു കുഞ്ഞാടിനെ പോലെയായിരുന്നു. യിരെമ്യാവ് പറയുകയാണ്, ഞാൻ അവരുടെ മധ്യത്തിൽ മരണത്തെ എപ്പോഴും മുന്നിൽ കണ്ട ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള കൊല്ലുവാൻ വരുന്ന ഒരു ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് അറുക്കുവാനുള്ള ഒരാടിനെ പോലെ യിരെമ്യാവ് പ്രസംഗിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിലും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യിരെമ്യാവ് ഭയപ്പെട്ടില്ല. അറുക്കുവാനുള്ള ആടിനെ പോലെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടുകളെ അറിയിക്കുകയാണ്. മരണം മുന്നിലുണ്ട്, ദൈവം തരുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മരണം തൊട്ട് മുന്നിലുണ്ടെന്ന് അറിയാം, എങ്കിലും യിരെമ്യാവ് പ്രസംഗിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാവ് പ്രവചന പുസ്തകം അതിന്റെ 12:6 നമുക്കൊന്ന് വായിക്കാം. നിന്റെ സഹോദരന്മാരും പിതൃഭവനവും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു. അവരും കൂടെ സഹോദരന്മാര് നിന്റെ പിതൃഭവനം നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു. ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരിക്കലും ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാകുകയില്ല. ദൈവമക്കൾ ഓർത്തുകൊള്ളുക, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അനുകൂലമാകുവാൻ ആരും ഉണ്ടാകണമെന്നില്ല. നമ്മുടെ വീട്ടിൽ അനുകൂലമായിട്ട് ആരും നമുക്ക് അനുകൂലമായിട്ട് ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ഇടവകയിൽ നമുക്ക് അനുകൂലമായിട്ട് ആരും ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ദേശത്ത് നമുക്ക് അനുകൂലമായി ആരും ഉണ്ടാകണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചന പുസ്തകം 20:10 നമുക്കൊന്ന് വായിക്കാം. സർവത്ര ഭീതി, ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിപ്പിൻ, ഞങ്ങളും അവനെ കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. യിരെമ്യാവിനെ കുറിച്ച് ആളുകൾ പറയുകയാണ്, ഞങ്ങൾ കുറ്റം ബോധിപ്പിക്കാം. ഞാൻ അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം പക്ഷെ അവനെ വശത്താക്കാമെന്ന് എന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എന്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു. അവരുടെ യിരെമ്യാവിന്റെ ചങ്ങാതിമാർ അവന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ചങ്ങാതിമാരെന്ന് വിശ്വസിക്കുന്ന, നാം കരുതുന്ന
നാം സ്നേഹിക്കുന്ന, നാം ബഹുമാനിക്കുന്ന ആളുകൾ നമ്മുടെ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, നമ്മുടെ തളർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അസൂയ നിറഞ്ഞിരിക്കുകയാണ്. അവനെ നശിപ്പിക്കാമെന്നാണ് വിചാരം. ഇതെല്ലാം ആത്മീയ ജീവിതത്തിൽ ഒരു ദൈവവചനം ലഭിക്കുന്ന സമ്മാനങ്ങളാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യിരെമ്യാവ് 3:14 വിലാപങ്ങളുടെ പുസ്തകം 3:14 ഇങ്ങനെ പറയുകയാണ്, ഞാൻ എൻ്റെ ജനത്തിനും പരിഹാസവും അവരുടെ പാട്ടുമായി തീർന്നിരിക്കുന്നു. ഈ ജനത്തിന്, എൻ്റെ ജനത്തിന് ഞാൻ പരിഹാസമായി. അവരെന്നെ കളിയാക്കി പാട്ടുപാടുകയാണ്, അവരെന്നെ പരിഹസിക്കുകയാണ്, അവരെന്നെ നിന്ദിക്കുകയാണ്, അവരെന്നെ കളിയാക്കിയാണ്. എൻ്റെ ജനത്തിന്റെ നടുവിൽ ഞാനൊരു പരിഹാസമായി മാറിയിരിക്കുകയാണ്. യിരെമ്യാവ് വിലാപങ്ങളുടെ പുസ്തകം തന്നെ അതിന്റെ 3:1-2 നാം വായിക്കുമ്പോൾ യിരെമ്യാവ് തന്നെ പറയുന്നത് കഷ്ടം കണ്ട മനുഷ്യൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിക്കട്ടെ, കഷ്ടം കണ്ട മനുഷ്യൻ. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഇന്ന് ഒരു പരിഹാസം ഏൽക്കുമ്പോഴും, ഒരു നിന്ന ഏൽക്കുമ്പോഴും, ഒരു കളിവാക്ക് ഏൽക്കുമ്പോഴും സങ്കടപ്പെടുന്ന ഉപദേശിമാരുണ്ട്, ഏങ്ങലടിക്കുന്ന ഉപദേശിമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം പുറകോട്ട് പോകരുത്. എന്തോ വലിയ കാര്യം സംഭവിച്ചതുപോലെയാണ്. അല്ല പ്രിയപ്പെട്ടവരെ, അല്ല. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. ഇതൊന്നും ഒരു കാര്യമേ അല്ല. മുഖസ്തുതി പറയുന്നത് കേൾക്കാൻ പോകരുത്. നമ്മൾ ഉയർത്തുന്നത് കേൾക്കാൻ പോകരുത്. നമ്മുടെ ആളുകളുടെ മുമ്പിൽ നമ്മൾ ഉയർത്തുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കാൻ പോകരുത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കഷ്ടം കണ്ട മനുഷ്യൻ, അതാണ് യിരെമ്യാവ്. പ്രിയപ്പെട്ടവരെ, യിരെമ്യാ പ്രവാചന പുസ്തകം 37-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പ്രഭുക്കന്മാർ യിരെമ്യാവോട് കോപിച്ചു, അവനെ അടിച്ചു. രായസക്കാരനായ ജോനാഥാന്റെ വീട്ടിൽ തടവിൽ വെച്ചു. അതിനെ അവർ കാരാഗ്രഹമാക്കിയിരുന്നു. തടവിൽ വെക്കുകയാണ്, അവരെ കുണ്ടറയിലടിയാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇത് ആരാണ് ചെയ്യുന്നത്? അവരുടെ കൂടെയുള്ളവര്, ഈ പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവര് തന്നെ യിരെമ്യാവിനെ നശിപ്പിക്കുകയാണ്, അവനെ കുണ്ടറയിലിട്ട് കളയുകയാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം. യിരെമ്യാവ് 38:6 വായിക്കാം. അവർ യിരെമ്യാവെ പിടിച്ചു കാവൽപുരമ്പറ്റത്തെ രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിലിറക്കി. കുഴിയിലിറക്കി, ഒരു ചെളിക്കുഴിയിൽ യിരെമ്യാവിനെ ഇറക്കി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ദൈവത്തിന്റെ വിളിയേട്ട് ഇറങ്ങി തിരിച്ചാൽ ഈ ലോകം തരുന്ന സമ്മാനങ്ങളാണ്. ഈ ലോകം തരുന്ന സമ്മാനങ്ങൾ. ഈ ലോകത്തിൽ ഇതേ പ്രതീക്ഷിക്കാവൂ ഒരു ദൈവമക്കൾ. അതുകൊണ്ടാണ് പറയുന്നത്, സുവിശേഷം സത്യസുവിശേഷം, അത് സമൃദ്ധിയുടെ സുവിശേഷമല്ല. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുന്ന ജീവിക്കുന്ന കർത്താവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. കർത്താവിനെ പ്രസംഗിക്കുന്ന ദൈവങ്ങളെല്ലാം കഷ്ടതകളിൽ കൂടെ കടന്നുപോയി. നമ്മുടെ കർത്താവ് ഗോകുൽത്തായിൽ ആണിക്കുന്തം കൊണ്ട് ആണികളാൽ വധിക്കപ്പെട്ടു. അപ്പോസ്തലന്മാരെല്ലാം വധിക്കപ്പെട്ടു. യോഹന്നാൻ സ്ലീഹ ഒഴിച്ച് ബാക്കിയുള്ളവരും രക്തസാക്ഷികളായി മാറി. തുടർന്നു വരുന്ന സഭാപിതാക്കന്മാരെല്ലാം അവർ ദൈവത്തിന് വേണ്ടി ജീവൻ വെച്ചു കൊടുത്തു. അവരെ നാം മാതൃകയാക്കി വെച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30:10-11. ഇത് യിരെമ്യാവിന് മാത്രമുണ്ടായ അനുഭവമല്ല. സകല പ്രവാചകന്മാരും ദൈവം വിളിച്ച് ദൈവത്തോടും ദൈവവചനത്തോടും നീതി പുലർത്തുന്ന എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടാകുന്ന അനുഭവം ഇത് തന്നെയാണ്. പ്രവാചകന്മാരോട് ദർശിക്കരുത്, പ്രവാചകന്മാരോട് നേരുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്, മധുരവാക്ക് ഞങ്ങളോട് സംസാരിപ്പിൻ, വ്യാജങ്ങളെ പ്രവചിപ്പിൻ.
ആ കാലത്തെ ജനം പറയുകയാണ്, ഞങ്ങളോട് മധുരവാക്ക് പറയുവീൻ, വ്യാജവാക്കുകളെ ഞങ്ങളോട് പറയുവീൻ. ഇതുപോലുള്ള കാര്യങ്ങൾ, ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയരുത്, ന്യായവിധിയുടെ കാര്യങ്ങൾ പറയരുത്. ഞങ്ങൾക്ക് ഇതുപോലെ സുഖിക്കുവാനുള്ള വാക്കുകള്, സന്തോഷിക്കുവാനുള്ള വാക്കുകള്, ജഡപ്രകാരം ആഘോഷിക്കുവാനുള്ള വാക്കുകൾ ഞങ്ങൾക്ക് പറയണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതം നാം വിലയിരുത്തണം. യിരെമ്യാവ് 23 വർഷത്തോളം പ്രസംഗിച്ചു. 5 രാജാക്കന്മാരുടെ കാലത്ത് പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമുണ്ടായില്ല. ജനം മാനസാന്തരപ്പെട്ടില്ല. അവർ അന്യദൈവ ആരാധനയിലേക്ക് മാറി. അവർ സൂര്യ നമസ്കാരികളായി മാറി. അവർ വിഗ്രഹ സേവകളായി മാറി. ബാൽ വിഗ്രഹത്തിന് ധൂപം കാണിക്കുന്നവരായി മാറി. അതിന്റെ അന്ത്യം എന്തായി? അവൾ ബാബേലിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഞാൻ ഈ യിരെമ്യാ പ്രവചനം മുഴുവൻ പഠിപ്പിക്കുകയല്ല ചെയ്തത്. യിരെമ്യാവ് എന്നൊരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇതാ ഓരോ വ്യക്തിയും, ദൈവവേലയുടെ മുഖത്ത് നിൽക്കുന്ന ഓരോ വ്യക്തി ഇത് മനസ്സിലാക്കണം. നമുക്ക് ലഭിക്കുന്നത് ഒരു ദൈവത്തിന് വിരിച്ചൊരുക്കിയ പട്ടമെത്തിയല്ല. കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും ആകുലതകളും സങ്കടങ്ങളും നിറഞ്ഞ പാതയാണ്. എന്നാൽ അതിന്റെ അവസാനം ദൈവം ഒരുക്കുന്ന ഒരു നിത്യതയുണ്ട്, ദൈവം ഒരുക്കുന്ന ഒരു സ്വർഗമുണ്ട്. അവിടെ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, ശക്തിയേൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാവട്ടെ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. ഇഷ്ടനാക്കി